നമസ്കാരം. നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് നമ്മുടെ മനസ്സിനെ ഒന്നടുത്തറിയുന്നതിനെക്കുറിച്ചാണ്. അതിലെ ചില ദുശ്ശീലങ്ങളൊക്കെ മാറ്റി എങ്ങനെ സമാധാനമുള്ളൊരു ജീവിതം കണ്ടെത്താം? അതിന് നമ്മളെ സഹായിക്കുന്ന ചില പഴയകാല ആശയങ്ങളുണ്ട്. നമുക്കതൊന്ന് നോക്കാം. ഇതൊരു വലിയ മാറ്റത്തിലേക്കുള്ള യാത്രയുടെ ഒരു തുടക്കം മാത്രമാണ്. നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ എന്തുകൊണ്ടാണ് നമ്മുടെ ചില ദുശ്ശീലങ്ങൾക്ക് ഇത്രയധികം ശക്തിയെന്ന്? അറിയാതെ അങ്ങ് സംഭവിച്ചു പോകുന്നത് പോലെയാണ്, അല്ലേ? ഇതിന്റെ ഉത്തരം കണ്ടെത്താനാണ് നമ്മളിന്ന് ശ്രമിക്കുന്നത്. ശരി, അപ്പൊ നമുക്ക് ഏറ്റവും അടിസ്ഥാനപരമായ കാര്യത്തിൽ നിന്ന് തന്നെ തുടങ്ങാം. എന്താണ് ശരിക്കും ഈ ശീലം എന്ന് പറഞ്ഞാൽ? വളരെ സിമ്പിളാണ്. നമ്മളൊരു കാര്യം ആവർത്തിച്ച് ചെയ്ത് പിന്നെ അതിനെപ്പറ്റി ചിന്തിക്കുക പോലും വേണ്ടാത്തൊരവസ്ഥയിലെത്തും. അത് തനിയെ നടക്കും. ഒരു നല്ല ഉദാഹരണമല്ലേ രാവിലെ എഴുന്നേറ്റ് പല്ല് തേക്കുന്നത്. നമ്മളതിനെപ്പറ്റി അത്ര കാര്യമായിട്ടൊന്നും ആലോചിക്കാറില്ലല്ലേ? അത് തനിയെ സംഭവിക്കുന്നു. കാരണം അതൊരു ശീലമായി കഴിഞ്ഞു. ഈ നല്ല ശീലങ്ങൾ പോലെ തന്നെ നമ്മൾ ബോധപൂർവം തിരഞ്ഞെടുക്കാത്ത ചില ശീലങ്ങളും നമ്മളിൽ വളർന്നു വന്നിട്ടുണ്ട്. ദേഷ്യം, അസൂയ, ആർത്തി, പിന്നെ കാമം. ഇതൊന്നും വരാൻ നമ്മൾ പ്രത്യേകിച്ചൊരു പ്രയത്നവും എടുക്കേണ്ടതില്ലല്ലേ, അല്ലേ? കാരണം കാലങ്ങളായി നമ്മളറിയാതെ പരിശീലിപ്പിച്ചതിലൂടെ അവയും വളരെ ശക്തമായ ശീലങ്ങളായി മാറിയിരിക്കുന്നു. അപ്പോൾ നമ്മൾ തിരഞ്ഞെടുക്കാതെ തന്നെ നമ്മളിൽ വളർന്നുപോയ ഈ ശീലങ്ങളെ എങ്ങനെയാണ് മറികടക്കാൻ സാധിക്കുക? അതിനുള്ള ഉത്തരമാണ് നമ്മുടെ ആദ്യത്തെ ഭാഗത്തിൽ. ശരിയായ മൃഗത്തിന് ഭക്ഷണം നൽകുക. ഇവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യം. ഒരു ദുശ്ശീലം നിർത്താൻ നമ്മൾ സാധാരണ എന്താ ചെയ്യാറ്? അതിനോട് പോരുതാൻ ശ്രമിക്കും. എന്നാൽ യഥാർത്ഥ മാർഗം അതല്ല. പകരം ആ സ്ഥാനത്ത് നല്ലൊരു ശീലം കൊണ്ടുവയ്ക്ക എന്നതാണ്. ഒന്നിനെ ഒഴിവാക്കാൻ ശ്രമിക്കുന്നതിനേക്കാൾ മറ്റൊന്നിനെ വളർത്താനാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. ഇത് ചെയ്യാൻ വളരെ ലളിതമായ 3 സ്റ്റെപ്പുകളുണ്ട്. ഒന്നാമത്തേത് സത്യസന്ധമായിട്ടൊരു തിരിച്ചറിവ്. എനിക്ക് പെട്ടെന്ന് ദേഷ്യം വരുന്നു എന്ന് നമ്മൾ നമ്മളോട് തന്നെ സമ്മതിക്കുക. രണ്ടാമത് ആ ശീലം കൊണ്ടുള്ള ദോഷങ്ങളെക്കുറിച്ച് ആഴത്തിലൊന്ന് ചിന്തിക്കുക. അത് നമ്മുടെ സമാധാനത്തെയും ബന്ധങ്ങളെയും ഒക്കെ എങ്ങനെയാണ് നശിപ്പിക്കുന്നതെന്ന് മനസ്സിലാക്കുമ്പോൾ നമ്മുടെ മനസ്സ് തനിയെ അതിനെ നിരസിക്കാൻ തുടങ്ങും. ഇനി അവസാനമായിട്ട് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ബോധപൂർവം ഒരു നല്ല ശീലം അവിടെ പരിശീലിക്കുക. ദേഷ്യം വരുന്ന സാഹചര്യങ്ങളിൽ ക്ഷമയും ദയയും കാണിക്കാൻ മനസ്സിനെ പതിയെ പഠിപ്പിച്ചെടുക്കുക. ഈ ആശയം എത്രത്തോളം ശക്തമാണെന്ന് ഈ ഒരു വാചകം കേട്ടാൽ മനസ്സിലാകും. നമുക്ക് ചുറ്റുമുള്ളവരോട് ക്ഷമിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ നമുക്കൊരിക്കലും സമാധാനപരമായി ജീവിക്കാൻ കഴിയില്ല. അപ്പോൾ ക്ഷമ എന്ന് പറയുന്നത് വെറുമൊരു പ്രവൃത്തിയല്ല, അത് സമാധാനത്തിലേക്കുള്ള ഒരു പരിശീലനമാണ്. ഈ ആശയം എളുപ്പത്തിൽ മനസ്സിലാക്കാൻ ഒരു നല്ല സങ്കല്പമുണ്ട്. നമ്മുടെ ഓരോരുത്തരുടെ ഉള്ളിൽ 2 മൃഗങ്ങൾ ജീവിക്കുന്നുണ്ടെന്ന് ഒന്ന് സങ്കൽപ്പിച്ചു നോക്കൂ. ഒന്ന് ദേഷ്യവും അസൂയയും അത്യാഗ്രഹവുമൊക്കെയുള്ള ഒരു അപകടകാരിയായ മൃഗം. മറ്റൊന്ന് ദയയും ക്ഷമയും സ്നേഹവുമുള്ള ശാന്തനായ ഒരു നല്ല മൃഗം. ഇതിലേതു മൃഗത്തിനാണോ നിങ്ങൾ നിങ്ങളുടെ ചിന്തകളും പ്രവൃത്തികളും കൊണ്ട് ഭക്ഷണം കൊടുക്കുന്നത്, അത് കൂടുതൽ ശക്തനായി വരും. നിങ്ങൾ ആ നല്ല മൃഗത്തിന് ഭക്ഷണം കൊടുത്തു തുടങ്ങുന്ന നിമിഷം അത് വളർന്ന് മറ്റേ മൃഗത്തെ നിയന്ത്രിക്കാൻ തുടങ്ങും. ശരി, ഈ മൃഗത്തിന് ഭക്ഷണം കൊടുക്കുക എന്ന തിയറി പ്രായോഗികമായി എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്? നമുക്ക് മനസ്സിനൊരു വ്യായാമം കൊടുത്തു നോക്കാം. ധ്യാനിക്കുമ്പോൾ ഉറക്കം വരുന്നതിനെ എങ്ങനെ മറികടക്കാമെന്ന ഉദാഹരണത്തിലൂടെ ഈ ആശയം നമുക്ക് കുറച്ചുകൂടി വ്യക്തമാകും. ധ്യാനിക്കുമ്പോൾ ഉറക്കം വരുന്നത് ഒരു തടസ്സമാണ് എന്നാണ് പറയപ്പെടുന്നത്. അത് ഏകാഗ്രതയുടെ ശത്രുവാണ്. അത് നമ്മുടെ ഉള്ളിലെ ജ്ഞാനത്തെ കുറയ്ക്കും. അതുകൊണ്ട് ഇതിനെ ഒരു പരാജയമായി കാണരുത്, മറിച്ച് ശരിയായ രീതികൾ ഉപയോഗിച്ച് നമ്മൾ മറികടക്കേണ്ട ഒരു വെല്ലുവിളിയായിട്ട് വേണം കാണാൻ. അപ്പോൾ ഉറക്കത്തെ നേരിടാൻ നമുക്ക് എന്തൊക്കെ ചെയ്യാം? ഇതാ കുറച്ച് പ്രായോഗിക വഴികൾ. ചിലത് നമ്മുടെ ശ്രദ്ധയെ മാറ്റുന്നതാണ്. എനിക്ക് ഉറക്കം വരുന്നു എന്ന് തിരിച്ചറിഞ്ഞ ശേഷം ധ്യാനത്തിന്റെ ഫോക്കസ് മാറ്റുക. അല്ലെങ്കിൽ മുമ്പ് പഠിച്ച നല്ലൊരു കാര്യത്തെക്കുറിച്ച് ഓർക്കുക. വേറെ ചിലത് കുറച്ചുകൂടി ശാരീരികമാണ്. എഴുന്നേറ്റ് കുറച്ചുനേരം നടക്കാം. അല്ലെങ്കിൽ കണ്ണിൽ കുറച്ച് തണുത്ത വെള്ളം തളിക്കാം. മനസ്സിൽ ഒരു പ്രകാശത്തെ സങ്കൽപ്പിക്കുന്നത് പോലും നമ്മുടെ ഊർജം തിരികെ കൊണ്ടുവരാൻ സഹായിക്കും. ഇതൊക്കെ മനസ്സിനെ ബോധപൂർവം പരിശീലിപ്പിക്കാനുള്ള വഴികളാണ്. ഇവിടെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വരുന്നത്. ധ്യാനത്തേക്കാൾ കൂടുതൽ ഉറക്കത്തെ ആസ്വദിക്കരുത്. പലപ്പോഴും നമ്മൾ ആ ഉറക്കത്തിന്റെ സുഖത്തിലേക്ക് വീണുപോവുകയാണ് ചെയ്യാറ്. എന്നാൽ യഥാർത്ഥത്തിൽ ശരിയായ ധ്യാനത്തിലൂടെ കിട്ടുന്ന ഉന്മേഷവും വിശ്രമവും ഉറക്കത്തേക്കാൾ എത്രയോ വലുതാണ്. ഇതൊരു ബോധപൂർവമായ തിരഞ്ഞെടുപ്പാണ്. ഇങ്ങനെയുള്ള മാനസിക പരിശീലനങ്ങളൊക്കെ നമ്മൾ എന്തിനാണ് ചെയ്യുന്നത്? ഈ പ്രയത്നത്തിന്റെയൊക്കെ അവസാന ഫലം എന്താണ്? അതാണ് നമ്മൾ 3ാമത്തെ ഭാഗത്തിൽ കാണാൻ പോകുന്നത്.
നമ്മുടെ ജീവിതത്തിൽ നേടിയെടുക്കാൻ കഴിയുന്ന 4 തരം സന്തോഷങ്ങൾ. ഒന്നാമത്തെ സന്തോഷം വരുന്നത് ഉടമസ്ഥതയിൽ നിന്നാണ്. ആരെയും ഉപദ്രവിക്കാതെ നമ്മുടെ കഠിനാധ്വാനം കൊണ്ട് ശരിയായ വഴിയിലൂടെ സമ്പത്ത് നേടുമ്പോൾ ഇത് ഞാൻ നേടിയതാണ് എന്നോർത്ത് നമുക്കൊരു അഭിമാനവും സംതൃപ്തിയും ഉണ്ടാകുമല്ലോ. അതാണത്. രണ്ടാമത്തെ സന്തോഷം വരുന്നത് ആസ്വാദനത്തിൽ നിന്നാണ്. നമ്മൾ സത്യസന്ധമായി സമ്പാദിച്ച പണം നമുക്കും നമ്മുടെ പ്രിയപ്പെട്ടവർക്കും വേണ്ടി നല്ല കാര്യങ്ങൾക്കായി ചിലവഴിക്കുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷമുണ്ട്. ആ പണം കൊണ്ട് മറ്റൊരാളുടെ മുഖത്തൊരു പുഞ്ചിരി കാണുമ്പോൾ കിട്ടുന്ന സംതൃപ്തിയാണ് യഥാർത്ഥ ആസ്വാദനം. മൂന്നാമത്തെ സന്തോഷം കടത്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യമാണ്. ആർക്കും ഒന്നും തിരികെ കൊടുക്കാനില്ല, ഒരു ബാധ്യതയുമില്ല എന്ന ചിന്ത തരുന്ന ഒരു ഭാരമില്ലായ്മയുണ്ട്. ആ സാമ്പത്തിക സ്വാതന്ത്ര്യം നൽകുന്ന സമാധാനം അത് അനുഭവിച്ചറിയേണ്ട ഒന്ന് തന്നെയാണ്. ഇനി നാലാമത്തേതും ഈ പട്ടികയിലെ ഏറ്റവും വലുതുമായ സന്തോഷം, കുറ്റമറ്റ ഒരു ജീവിതം. പണമോ പ്രശസ്തിയോ ഒന്നുമല്ല, മറിച്ച് നല്ലതും നിർമ്മലവുമായ ഒരു ഹൃദയത്തോടെയാണ് ഞാൻ ജീവിക്കുന്നത് എന്ന തിരിച്ചറിവിൽ നിന്ന് കിട്ടുന്ന ആഴത്തിലുള്ള സന്തോഷമാണിത്. സത്യം പറഞ്ഞാൽ മറ്റെല്ലാ സന്തോഷങ്ങളും നമ്മളെ ഒരുക്കുന്നത് ഈ ഒരു വലിയ ലക്ഷ്യത്തിലേക്കെത്താൻ വേണ്ടിയാണ്. ഈ വാചകം അതിന്റെ പ്രാധാന്യം ശരിക്കും വ്യക്തമാക്കുന്നുണ്ട്. നിങ്ങൾ ആരാണെന്നതിനെക്കുറിച്ച് നിങ്ങളുടെ ഹൃദയം ഖേദിക്കുന്നുണ്ടെങ്കിൽ മറ്റൊന്നിനും ഒരു പ്രസക്തിയുമില്ല. നിങ്ങളുടെ ഉള്ളിന്റെ ഉള്ളിൽ നിങ്ങൾ ആരാണെന്നതിലുള്ള സംതൃപ്തി, അതാണ് ഏറ്റവും വലിയ സമ്പത്ത്. അപ്പോൾ മനസ്സിനെ പരിശീലിപ്പിക്കുന്നതിന്റെ ഏറ്റവും വലിയ സമ്മാനം എന്താണ്? അത് നല്ലതും നിർമ്മലവുമായൊരു ജീവിതം നയിക്കുന്നതിലൂടെ നമുക്ക് കിട്ടുന്ന അഗാധമായ ശാന്തതയാണ്. എല്ലാ പരിശീലനങ്ങളും നമ്മളെ അവസാനം എത്തിക്കുന്നത് ഈ ആന്തരിക സമാധാനത്തിലേക്കാണ്. അതുകൊണ്ട് ഈ വിവരണം ഇവിടെ അവസാനിപ്പിക്കുമ്പോൾ ഞാൻ നിങ്ങളോട് ഒരു ചോദ്യം ചോദിക്കട്ടെ. ഇന്ന് നിങ്ങൾ ഏത് മൃഗത്തിനാണ് ഭക്ഷണം നൽകാൻ പോകുന്നത്?